ഹലോ എവരിവൺ, യുറേക്ക പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കൃഷ്ണപ്രസാദ് ആണ്. കൃഷ്ണപ്രസാദ് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇന്ന് USA യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ PhD ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവെർസേഷനിൽ കൃഷ്ണപ്രസാദിനോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ട് എക്സാക്ട്ലി ഈസ് PhD ലൈഫ് ആൻഡ് PhD അല്ലാത്ത വേറെ കുറേ കാര്യങ്ങൾ, വേറെ കുറേ കരിയേഴ്സ് ആൻഡ് PhDനെ കുറിച്ചുള്ള പുതിയൊരു പേഴ്സ്പെക്റ്റീവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കൃഷ്ണപ്രസാദിനെ നമ്മുടെ ഇന്റർവ്യൂയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാണ്. സോ കൃഷ്ണപ്രസാദ്, വെൽക്കം ടു ദ ഷോ. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു +2 ഒക്കെ കഴിയുന്ന സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീം എന്ന് പറയുന്നത് നീറ്റ് JEE, അങ്ങനെ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക, ഡോക്ടർ ആവുക, അങ്ങനെ ഒരു കരിയർ ആണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഒരു 2016 ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഐസർ എന്നൊക്കെ പറഞ്ഞൊരു കരിയർ ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്തുന്നത്? ആദ്യമായിട്ട് ഞാൻ ഐസറിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ അച്ഛൻ പത്രത്തിലൊരു പരസ്യം കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഐസറിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, സയൻസിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഐസർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. മാത്രമല്ല ആ സമയത്ത് ഇൻസ്പയർ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് 5000 രൂപ വെച്ച് കിട്ടും ആ സമയം എന്നുള്ള കാര്യവും എന്നെ ഐസറിലേക്ക് ആകർഷിച്ചിരുന്നു. സോ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് MBBS ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അതെ, +1 +2 പഠിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള കുട്ടികളെ പോലെ എനിക്ക് അത്ര എന്തെടുക്കണം എന്നുള്ള ഒരു ചോയ്സ് എനിക്കില്ലായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നതും MBBS ഒരു സീറ്റ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐസറിനെ കുറിച്ച് അറിയുന്നത്, ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഐസറിന്റെ എക്സാം അറ്റൻഡ് ചെയ്തു, എനിക്ക് അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ +2 തന്നെ MBBS കിട്ടാനുള്ള ഒരു മാർക്ക് ഉണ്ടായിരുന്നോ? ഗവൺമെന്റിൽ സീറ്റ് കിട്ടാനുള്ള റാങ്ക് ഇല്ലായിരുന്നു. എനിക്കൊരു ബോർഡർ ലൈൻ കീമിന് 4000 ആയിരുന്നു റാങ്ക്. ആ റാങ്ക് വെച്ചിട്ട് ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ മാത്രമല്ല പൈസ കൊടുത്ത് MBBS ചേരാൻ മാത്രം ഒരു ഇൻട്രസ്റ്റ് എനിക്ക് MBBS ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഐസറിന്റെ എക്സാം എഴുതുന്നത്, എനിക്ക് അഡ്മിഷൻ കിട്ടുന്നതും. ഐസർ ഒരു നല്ല പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സയൻസ് പഠിക്കാം, മാത്രമല്ല നമുക്ക് സ്കോളർഷിപ്പും കിട്ടും. ആ ഒരു ഐഡിയ എന്നെ ഐസർ ജോയിൻ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഐസറിൽ എത്തിച്ചത്. ഐസർ എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലേ? പലപ്പോഴും ആളുകൾ റിസർച്ചിലേക്കും അല്ലെങ്കിൽ സയൻസിലേക്കും ഒക്കെ കരിയർ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ആസ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഐസർ IAS എന്നൊക്കെ പറയുന്നത്. ഈ ഐസറിൽ ജോയിൻ ചെയ്തതിന് ശേഷം സയൻസിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഒരു പേഴ്സ്പെക്റ്റീവ്, നമുക്ക് സയൻസിനെ കാണുന്ന ഒരു രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ബിഫോർ ജോയിനിങ് ഐസർ ആൻഡ് ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ഫ്രം ഐസർ? ബിഫോർ ജോയിനിങ് ഐസർ എനിക്ക് സയൻസ് നല്ല ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അത് ജസ്റ്റ് ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു. എനിക്കൊരു എക്സാം എഴുതി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിലുപരി സയൻസിനെ കുറിച്ച് കൂടുതൽ അറിവ് അങ്ങനെ ഇല്ല, എക്സ്പോഷർ കിട്ടിയിട്ടില്ല. പക്ഷേ ഐസറിൽ വന്നതിന് ശേഷം സയൻസിലേക്ക് കുറച്ചുകൂടി ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടി. കൂടുതൽ ലാബിൽ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ബുക്കിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻ ഡെപ്ത് നോളജ് കിട്ടും സയൻസിനെ കുറിച്ച്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലാതെ ജസ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്ന പോലത്തെ ഒരു സാധനം അല്ല സയൻസ് എന്ന് നമുക്ക് ഐസറിൽ വന്നതിന് ശേഷം മനസ്സിലാവും. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്ന റിയാക്ഷൻസ് നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു ചേഞ്ച് തന്നെ സംഭവിക്കും. അതെ, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിങ്ങനെയാണല്ലോ ഈ സംഭവം നടക്കുന്നത്. നമുക്ക് നേരത്തെ ഇമാജിനേഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ ബുക്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ. പക്ഷെ അത് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റുമ്പോൾ അതൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഐസറിലുള്ള ക്ലാസ്സുകൾ, ഐസറിലുള്ള ലാബ് വർക്ക്, ഐസറിൽ നമുക്ക് കിട്ടിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പിയർ ഗ്രൂപ്പ് നെറ്റ്വർക്ക് ആൻഡ് ഐസറിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാവുന്ന ഫെയിലിയേഴ്സ്, അതായത് എക്സ്പെരിമെന്റിന്റെ കാര്യമാണെങ്കിലും അതർ ഫെയിലിയേഴ്സ്, ഇതിൽ ഇപ്പൊ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വലിനെ മോൾഡ് ചെയ്ത് എടുത്തത് ഈ ഞാൻ പറഞ്ഞ ലിസ്റ്റ് ഓഫ് തിങ്സിൽ പറഞ്ഞത് ഐസറിലുള്ള ക്ലാസ്സുകൾ, ലാബ്, പിയർ ഗ്രൂപ്പ് ആൻഡ് ഫെയിലിയേഴ്സ്. ഇപ്പൊ ഉള്ള കൃഷ്ണപ്രസാദിനെ മോൾഡ് ചെയ്തെടുത്ത ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫെയിലിയേഴ്സ്, എനിക്കുണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സും ആയിരിക്കും എന്നെ ആസ് എ പേഴ്സൺ മോൾഡ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ട്സ്. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എൻ്റെ കുറേ കാഴ്ചപ്പാടുകളിൽ
എൻ്റെ ഫ്രണ്ട്സ് കുറെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും സ്റ്റുഡൻസ് ഇപ്പം ഐസറിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഔട്ട്കംസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടും ആ ലേണിംഗ് പ്രോസസ്സിനെക്കാട്ടിലും കൂടുതൽ ഔട്ട്കംസിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെ കുറിച്ച് കൃഷ്ണപ്രസാദിന്റെ ഒരു പേഴ്സണൽ ടേക്ക് എന്താണ്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഈ ഔട്ട്കംസിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഒരു മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിൽ കണ്ടുവരുന്നതാണ്. ഇപ്പം ഞാനും അതുപോലെ ഒരാളാണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വരുന്ന സെറ്റ് ബാക്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ആ പ്രോസസ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്കംസ് അതിന്റെ റിസൾട്ട് ആയിട്ട് തന്നെ സംഭവിക്കും. അപ്പം ഔട്ട്കംസിലല്ല നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത്. അല്ല, ഔട്ട്കംസിലും ഫോക്കസ് വേണം, എന്നാൽ അതിലുപരി ആ പ്രോസസ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോ ഒരു റിസർച്ചിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഔട്ട്കം എന്നുള്ളത് നോക്കിയിട്ട് അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പ്രോഗ്രസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ ഔട്ട്കം മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ഒരാൾ ഭയങ്കര പാഷനേറ്റ് അബൌട്ട് റിസർച്ച് ആണ്, ഡ്യൂറിങ് ദ ജേർണി എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാളുകളിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് പെർസീവിയർ ചെയ്യാൻ സാധ്യത ഉള്ളതായിരിക്കും? അത് ഒബ്വിയസ്ലി രണ്ടാമത് പറഞ്ഞ ആളായിരിക്കും. കാരണം ഈ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ് ആണ്. ജസ്റ്റ് നമുക്ക് ഔട്ട്കംസിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇത് കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൽ വിഷമം ഉണ്ടാവുള്ളൂ അവസാനം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റിസർച്ച് ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ് ആയതുകൊണ്ട് തന്നെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്ക് പിന്നെയും ഇപ്പൊ പരാജയപ്പെട്ടു പോയാലും പിന്നെ അത് ട്രൈ ചെയ്ത് അറ്റ് ദി എൻഡ് റിസൾട്ട് കിട്ടാൻ സാധിക്കുള്ളൂ. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൃഷ്ണപ്രസാദ് പറഞ്ഞു നിർത്തിയത് നമ്മളൊരു റിസർച്ചറിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. പലപ്പോഴും നമ്മൾ റിസർച്ച് വർക്കിൽ മിക്കവാറും ഫെയിൽ ആവാനാണ് ഇൻഫാക്ട് സാധ്യത കൂടുതലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സയന്റിഫിക് കരിയറിൽ എങ്ങനെയാണ് സക്സസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? കാരണം റിസർച്ച് ഔട്ട്പുട്ട് പ്രഡിക്റ്റബിൾ അല്ലാത്ത, എപ്പോഴും റിസൾട്ട് കിട്ടുമെന്ന് ഒരു നിർബന്ധമില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മളൊരാൾ സയന്റിഫിക് കരിയറിൽ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുക? ഇപ്പോൾ ഒരു പൊതുവേ ഉള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സയൻസിൽ ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhDക്ക് പോയി ഒരു പ്രൊഫസറായി അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ് മോസ്റ്റ്ലി പൊതുവെ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് കണ്ടുവരുന്നത്. സയൻസിൽ സക്സസ്ഫുൾ ആകാന്ന് പറയുന്നത് രണ്ട് രീതിക്ക് പറ്റും. ഇപ്പം നമ്മൾ പഠിച്ച് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhDക്ക് പോയി പ്രൊഫസറായി അങ്ങനെ ഒരു ലൈഫ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് സയൻസിൽ. പക്ഷെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. ഒരു സാധാരണ ഒരാൾ ഒരു ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ സയൻസിൽ ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, സയൻസ് നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യമാണല്ലോ, അത് സയൻറ്റിഫിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുക, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ജീവിതത്തിൽ കാണിക്കുക, ഈ ട്രേറ്റ്സ് ഒക്കെ ഒരാളുണ്ടെങ്കിൽ അയാൾ ഓൾറെഡി സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാം. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഐസർ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടുന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ആവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ അകത്തുണ്ടാകുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊക്കെയാണല്ലേ, സയന്റിഫിക് തിങ്കിങ്, അതേപോലെ ക്രിട്ടിക്കൽ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ ഒരാൾക്ക് ഡേ ടു ഡേ ലൈഫിലും കൂടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഗ്രാജുവേഷന് ശേഷം തന്നെ എന്താണോ ഐസർ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഐസർ എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത് അത് ഓൾറെഡി ആയി. പിന്നെ അക്കാഡമിയിലേക്ക് പോവുക, റിസർച്ചർ ആവുക, അയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസർച്ച് നടത്തുക എന്നൊക്കെ ഉള്ളത് അതൊരു ഒരു വഴി മാത്രമാണ്, ഡയറക്ഷൻ മാത്രമാണ്. എക്സാം, മാർക്ക്, റാങ്ക്, ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവല്ലോ. ഐസറിൽ വന്നതിന് ശേഷം എക്സാമിനെ കുറിച്ചും റാങ്കിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മാർക്കിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ചപ്പാട്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു? ഈ എക്സാം, മാർക്സ്, റാങ്ക്സ് എന്നുള്ള കാര്യം നമ്മുടെ കരിയറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. ഐസറിന് മുമ്പ്, ഐസറിന് ശേഷവും ഏറെക്കുറെ അത് അങ്ങനെയാണ്. പക്ഷെ അതിലുപരി വേറെ കുറേ കാര്യങ്ങൾ ലൈക്ക് സെൽഫ് അവയർനെസ്, നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിങ്കിങ്, ഈ കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് മനസ്സിലായി ഐസറിന് ശേഷം. അതായത് നമ്മള് ഈ റാങ്കിനെ കുറിച്ചും മാർക്കിനെ കുറിച്ചും ഒന്നും വിചാരിക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് ഐസർ ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ എത്രത്തോളം ഇത് ഇമ്പോർട്ടന്റ് ആണോ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാന്നും ഇതിനേക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിന്റെ സക്സസിനെ അല്ലെങ്കിൽ കരിയറിലുള്ള സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്
ആ ഒരു അതെ. പെർസ്പെക്റ്റീവ് മാറി. സത്യം. നമ്മൾ സയൻസിനെ 2 രീതിയിൽ പഠിക്കാൻ പറ്റുമല്ലോ. ടെക്സ്റ്റ് ബുക്കിലൂടെ വായിച്ച്, അറിഞ്ഞ് അല്ലെങ്കിൽ ലെക്ചേഴ്സ് ഒക്കെ കേട്ടിട്ട് അങ്ങനെ സയൻസിനെ മനസ്സിലാക്കുന്ന രീതിയുണ്ട്. ആൻഡ് ഇതൊന്നും അല്ലാത്ത ഒരു ഡൂയിങ് സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് സയൻസിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം എസ്പെഷ്യലി നമ്മൾ PhDക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ PhDയിലെ ആൾക്കാർ ഡൂയിങ് സയൻസ് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊരു പരിധി വരെ പറ്റുള്ളൂ. മിക്കവാറും ക്ലാസ് റൂമിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നത്. ഈ ഒരു വ്യത്യാസം, അതായത് ഡൂയിങ് സയൻസ് വേഴ്സസ് ലേണിംഗ് ത്രൂ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് അല്ലെങ്കിൽ ക്ലാസ് റൂംസ്, എത്രത്തോളം വ്യത്യാസമുണ്ട് ഒരു സ്കൂൾ ലെവലിൽ നിന്ന് നമ്മൾ ഐസറിലേക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സയൻസിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുമ്പോൾ ഈ ഒരു ഡിഫറൻസ് എത്രത്തോളം എവിഡന്റ് ആയിട്ട് മാറും? ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് റീഡിങ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ലേണിംഗ് ഫാക്ട്സ് എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് പിള്ളേർ കാണിക്കും എന്നുള്ളത് ഒരു പരിധി വരെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഐസറിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇൻ പേഴ്സൺ എക്സ്പീരിയൻസ് ആണ് സയൻസിൽ ലാബിൽ വർക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഐസറിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ സയൻസിൽ കുറച്ചുകൂടെ എക്സ്പോഷർ നമുക്ക് കിട്ടും. ഇൻ ദ സെൻസ് നമുക്ക് ലാബിൽ ഇൻ പേഴ്സൺ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ നമ്മുടെ പ്രൊഫസേഴ്സ്, ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെ മീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പിള്ളേരുടെ മനസ്സിലെ സയന്റിഫിക് കരിയറിനെ എന്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഐസറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സയൻസിൽ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ ഐസറിലെ ആ ജേർണി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. ഈ ഐസറിലെ 5 വർഷത്തിന്റെ പഠനത്തിന് ശേഷം നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ? പ്രധാനമായിട്ടുള്ളത് PhD റിസർച്ച് ആ ഒരു മേഖലയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ ഡിഫറെൻ്റ് കരിയേഴ്സിന് പോകാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ഒരു 5 വർഷത്തിന് ശേഷം ഒരുപാട് ഡോറുകൾ ഓപ്പൺ ആണ് എന്നിരിക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ഏത് കരിയറിലേക്ക് പോകണം എന്നുള്ള ഒരു ഡിസിഷൻ റെസ്പോൺസിബിലി എടുക്കാൻ പറ്റുക? ഇപ്പോഴത്തെ ഒരു സിനാറിയോ നോക്കുകയാണെങ്കിൽ ഐസറിൽ നിന്ന് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പോകുന്നത് PhDക്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിയർ പ്രഷർ എന്തായാലും സ്റ്റുഡൻസിന് കാണും. പക്ഷെ അതിലുപരി നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് റിസർച്ച് ഇതിൽ ചെയ്യണം. കുറേ ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ ഡയറക്ഷൻസ് ഉണ്ട് ഐസർ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റിയത്. ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ തന്നെ കണ്ട പോലെ ISIയിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ IIMൽ അഡ്മിഷൻ കിട്ടിയ ഒരാളുണ്ട്. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐസർ ഗ്രാജുവേറ്റ്സിനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് റിസർച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ് സ്റ്റുഡൻസിന്. അപ്പോൾ സ്വന്തമായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, അതായത് ഇപ്പോൾ റിസർച്ചിന് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ PhDക്ക് പോകുക എന്നുള്ളത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഇനി അഥവാ റിസർച്ച് പർസ്യൂ ചെയ്യണമെന്ന് അത്ര ആഗ്രഹമുണ്ട്, ഇപ്പോൾ ലിറ്ററേച്ചർ വായിക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകുക, ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി PhD ഈസ് ബെസ്റ്റ് ഫോർ യു എന്ന് ഞാൻ പറയും. പക്ഷെ ഇനി അതല്ല, ഹെക്റ്റിക് ആയിട്ടുള്ള ലാബ് വർക്ക്സും ഒരു 9 to 5 ജോബ് ആഗ്രഹിക്കുന്ന ടൈപ്പ് ആളാണെങ്കിൽ അതർ ഓപ്ഷൻസ് ലൈക്ക് ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ IIM ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത ശേഷം നല്ലൊരു ജോലി കിട്ടുന്നതായിരിക്കും. ഇനി അഥവാ ഇതിന് പോകാൻ താല്പര്യമില്ല എന്നുള്ള ആളാണെങ്കിൽ ഈ ഡയറക്റ്റ് ഐസർ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ തന്നെ ഇൻഡസ്ട്രിയൽ ജോബ്സിന് അപ്ലൈ ചെയ്ത് നേരെ ജോലിക്ക് കയറാവുന്നതാണ്. അപ്പൊ സെൽഫായിട്ട് ഒരു ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ PhD എന്നുള്ള പ്രഷർ എടുക്കാതെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് റിസർച്ച് ചെയ്യണം. ഇപ്പൊ ഇനി അതിനൊരു 6 മാസമാണെങ്കിലും 1 വർഷമാണെങ്കിലും ടൈം ഇട്ടാൽ തന്നെ പ്രശ്നമില്ല. ഇപ്പൊ ഒറ്റയടിക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഐസർ കഴിഞ്ഞിട്ട് നേരെ നമുക്കൊന്നും ആയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കാതെ നമ്മൾ എന്ത് വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രധാനമായിട്ടുള്ളത് ഒന്നെങ്കിൽ PhDക്ക് പോവുക അല്ലെങ്കിൽ PhD അല്ലാത്തത് നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ഐസറിന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും? ഞാനൊരു PhDക്ക് പോകേണ്ട റൈറ്റ് കാൻഡിഡേറ്റ് ആണോ, അതോ എനിക്ക് വേറെ ഏതെങ്കിലും കരിയറിലേക്ക് പോവുകയാണോ എന്നുള്ളത് എത്രത്തോളം നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? ആൻഡ് അത് എങ്ങനെയാണ് നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ റൈറ്റ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ റൈറ്റ് PhD കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നല്ല പേഷ്യൻസ് ഉള്ള ഒരാളായിരിക്കണം. ഇപ്പം അറ്റ്ലീസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആൾ വരുന്നതെങ്കിൽ
കണ്ടിന്യൂസ് ആയിട്ട് ലാബ് വർക്ക്സ് വേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രയൽ കിട്ടാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ട്രയൽ ആൻഡ് എറർ വേണ്ടി വരും. അപ്പോൾ അതിൽ വിഷമം തോന്നാതെ, ഒരു എക്സ്പീരിയൻറ്റ് വർക്ക് ആയില്ലെങ്കിൽ അതിൽ വിഷമം തോന്നാതെ പിന്നെയും ട്രൈ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അയാൾക്കുണ്ടെങ്കിൽ അയാളൊരു നല്ല കാൻഡിഡേറ്റ് ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ലിറ്ററേച്ചർ വായിക്കുക, പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക, ഇതിലൊക്കെ എൻജോയ്മെന്റ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അയാളൊരു റൈറ്റ് കാൻഡിഡേറ്റ് ആണെന്ന് പറയാം. ഇനി അഥവാ ഇതൊന്നും താല്പര്യമില്ല, അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക്സ്, ഇപ്പോൾ റിസൾട്ട് ഇല്ലാതെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് PhD ഒരു നല്ല ഓപ്പർച്യൂണിറ്റി അല്ല എന്നേ ഞാൻ പറയുള്ളൂ. അതായിരിക്കും എൻ്റെ സജഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസറിന്റെ ഒരു ഗ്രാജുവേഷന് ശേഷം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള റൂട്ടാണല്ലോ ഐസർ കഴിഞ്ഞാൽ PhD. അപ്പം ഇപ്പം കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ അതിലൊരു പിയർ പ്രഷറും കൂടെ ഉണ്ടാവും. കാരണം നമ്മളുടെ കൂടെയുള്ള എല്ലാവരും PhDക്കാണ് പോകുന്നത്. അപ്പം ആ സമയത്ത് നമുക്കൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടാവും. ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആവില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ 5 വർഷം പഠിച്ചത് വേസ്റ്റ് ആവില്ല എന്നൊക്കെ പല ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കാരണം ആൾക്കാർ PhD അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ടേക്ക് എന്താണ് കൃഷ്ണപ്രസാദിന്റെ? അതായത് ഈ ഒരു പിയർ പ്രഷർ നമുക്കൊരു 5th ഇയർ ഒക്കെ ആവുന്ന സമയത്ത് കരിയർ ചൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? അതെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ റിയൽ സിറ്റുവേഷനിൽ ഫൈനൽ ഇയർ ഒക്കെ ആയി കഴിയുമ്പോൾ പിള്ളേർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ PhD അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കാണും, ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും കാണും. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ബാക്കിയുള്ളവർ അപ്ലൈ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് വേണമല്ലോ. ഇപ്പോൾ PhD എന്നുള്ളതല്ലാതെ ഐസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പോഷർ വേറെ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ PhDക്ക് അപ്ലൈ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അത് നല്ലൊരു ചോയ്സ് ആയിരിക്കില്ല, റൈറ്റ് ഡിസിഷൻ ആയിരിക്കില്ല. അപ്പോൾ അതിലുപരി സ്വന്തമായിട്ട് കുറച്ച് സ്റ്റഡി ചെയ്യുക, നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാം, അതിന്റെ വേറെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പാരലലി നമ്മൾ അവെയർ ആവണം അല്ലേ? അതായത് നമ്മൾ പലപ്പോഴും ഐസറിലൊക്കെ 5th ഇയർ ആവുന്ന സമയത്ത് എല്ലാവരും PhD എന്ന് പറയുമ്പം നമ്മൾ പലപ്പോഴും വേറെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അതെ നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് അന്വേഷിക്കുന്ന പോലുമില്ല. അങ്ങനെ പല ആൾക്കാരും PhDക്ക് വേണ്ടിയിട്ട് എത്തുന്നുമുണ്ട്. അതെ, അത് വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ റൈറ്റ് ടൈമാണ്. നമ്മുടെ ടെക്നോളജീസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് ഈ ഐസർ ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ ചെയ്യാം. PhD നല്ലൊരു ഓപ്ഷനാണ് അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്. ഇനി അഥവാ അത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് സ്വന്തമായിട്ടൊരു ഇവാലുവേഷൻ നടത്തുക. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇനി വരും ഇപ്പൊ റൈറ്റ് നൗ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭാവിയിൽ എന്തായാലും പ്ലേസ്മെന്റ്സും കാര്യങ്ങളും ഐസറിൽ തന്നെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനൊരു ഡിഫറൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്ച്വലി 5ാമത്തെ വർഷം കഴിഞ്ഞ് PhDക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു റിസർച്ച് മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ? ഇപ്പൊ ഒരു PhDക്ക് പോവാൻ ഫിറ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് കാൻഡിഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ PhD കാൻഡിഡേറ്റ് അല്ലെങ്കിൽ PhD ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അയാൾക്ക് അത്യാവശ്യം ലിറ്ററേച്ചർ വായിക്കാനുള്ള സ്കിൽസ് കാണും, അല്ലെങ്കിൽ ലാബിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ താല്പര്യം കാണും. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ഫെയിൽ ആയാൽ പിന്നെ അത് തന്നെ ട്രൈ ചെയ്യാനുള്ള ഒരു പാഷൻ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് മോട്ടിവേഷൻ, ചില സമയത്ത് തീരെ മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ വരും. അതിലൊക്കെ പിടിച്ചു നിന്ന് പിന്നെയും വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇൻബിൽട്ട് തോന്നലുണ്ടെങ്കിൽ അയാൾ ഒരു റൈറ്റ് കാൻഡിഡേറ്റ് ആയിരിക്കും. ഇനി അഥവാ ഇതൊന്നും ഇല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോബാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ PhD ഒരു നല്ല ചോയ്സ് ആയിരിക്കില്ല. ഈ നമ്മൾ ഐസറിലൊക്കെ ജോയിൻ ചെയ്ത് 1ാമത്തെ വർഷം ആകുമ്പോൾ തന്നെ നമ്മളുടെ സീനിയേഴ്സ് ഒക്കെ PhDക്ക് ജോയിൻ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങല്ലോ. അപ്പൊ നമുക്ക് PhD ചെയ്യാം, റിസർച്ച് ചെയ്യാന്നൊക്കെ പറയുന്നതിൽ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. കാരണം നമ്മളെ സീനിയേഴ്സ് ഒക്കെ പോയി നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷെ ഗ്രാജുവേഷന് ശേഷം ഇപ്പം കൃഷ്ണപ്രസാദ് ഓൾറെഡി PhDക്ക് ജോയിൻ ചെയ്തു. അപ്പൊ അതൊരു റിയാലിറ്റിയാണ് അല്ലെ PhD ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഈ PhDക്ക് ജോയിൻ ചെയ്യുന്നതിന്റെ മുന്നേ PhDനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മിസ്കോൺസെപ്ഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇമേജ് PhDക്ക് ജോയിൻ ചെയ്തതിന് ശേഷം മാറുകയോ അല്ലെങ്കിൽ റിയാലിറ്റി വേറെ ഒന്നായിരുന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, PhD എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ അറ്റ്ലീസ്റ്റ് സയൻസിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഡിഗ്രീസ് ആണ്. അപ്പോൾ എന്തായാലും അത് ചെയ്യുന്ന സമയത്ത്
അറ്റ്ലീസ്റ്റ് എനിക്ക് പണ്ടൊരു തോന്നലുണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എടുക്കുക, അതിൽ നമ്മൾ ഇൻ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക, പിന്നെ അതിൽ കൂടുതൽ ഉത്തരങ്ങൾ കണ്ടെത്തുക, നമ്മൾ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുക. ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലെ PhD എന്നുള്ള കൺസെപ്റ്റ്. ഏത് സമയത്ത് ഐസറിൽ ജോയിൻ ഐസറിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള കൺസെപ്റ്റ്. പക്ഷെ വൺസ് ഐ ജോയിൻ PhDക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ടോപ്പിക്സും അവൈലബിൾ ആയിരിക്കില്ല. നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് ഒതുങ്ങി പോകേണ്ടി വരും ചില സമയത്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹോപ്പ് കൈവിടാതെ, നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക് കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് കിട്ടിയാൽ അതിൽ നമ്മൾ സർവൈവ് ചെയ്യുക, അതിൽ കൂടുതൽ മനസ്സിലാക്കുക, ഡീപ്പായിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യുക. ഈ കാര്യങ്ങളാണ് എനിക്ക് ഒരു ചേഞ്ച് ഓഫ് തോട്ടായിട്ട് വന്നത്. അതായത് PhDനെ കുറിച്ച് അതിൽ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആയിരുന്നു, നമുക്ക് ഏത് ടോപ്പിക്കിൽ വേണമെങ്കിലും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസർച്ച് തുടങ്ങാൻ പറ്റും എന്നുള്ളത്. അത് അങ്ങനെയല്ല എന്നുള്ളൊരു റിയലൈസേഷൻ വന്നത് ഓൺലി ആഫ്റ്റർ ജോയിനിങ് PhD ആണ്. നമുക്കറിയാം ഈ PhD എന്ന് പറയുന്നത് ഒരു വലിയൊരു ജേണിയാണ് അല്ലേ. അപ്പൊ 5 വർഷം നമുക്ക് ഐസറിൽ പഠിക്കണം, പിന്നെ ഒരു 5 അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും 7-8 വർഷങ്ങളൊക്കെ PhD നീണ്ടു പോവാറുണ്ട്, പിന്നെ പോസ്റ്റ് ഡോക്ക്. അപ്പൊ ഈ ഒരു ജേണിയിൽ ഒരാൾ കമ്മിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ വൈ ഡു ഐ നീഡ് PhD എന്ന് പറഞ്ഞൊരു ചോദ്യം സെൽഫായിട്ട് ചോദിക്കേണ്ടത്, അതായത് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തിനാണ് PhD ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഈ ചോദ്യം ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കാരണം ഇതൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ലൈഫിലെ. നമ്മൾ 5 to 6 years ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ PhD ചെയ്യുക എന്നുള്ളത് ലൈഫിൽ ആവശ്യമാണ്. ഇന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ ഇന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക, അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്കും സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് റിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ നമുക്ക് അങ്ങനെ ഒരു സെൽഫായിട്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് ഇത് എത്രത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ PhD ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് സ്വയം ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു കൺവിൻസിങ് ആൻസർ അതിനില്ല എങ്കിൽ നമുക്ക് PhD കൺസിഡർ ചെയ്യാതിരിക്കാവും നല്ലത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്യൂറിങ് ആ എൻറ്റയർ കോഴ്സ് ഓഫ് ടൈം നമ്മൾ ഒരുപാട് സ്കില്ലുകൾ, സോഫ്റ്റ് സ്കില്ലായിട്ടാണെങ്കിലും അല്ലാതെയും കുറെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. PhDക്ക് പോവുക എന്നുള്ളൊരു പ്രൊഫഷൻ അല്ലാതെ നോൺ അക്കാഡമിക് ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ കോർ സ്കില്ലുകൾ, സോഫ്റ്റ് സ്കിൽ ആയിക്കോട്ടെ ഹാർഡ് സ്കിൽ ആയിക്കോട്ടെ, വേറെ പ്രൊഫഷൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഐസറിൽ നമുക്ക് കുറേ അധികം സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആയാലും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസ് ആയാലും നമുക്ക് ഐസറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ആ ഒരു ഏജിലാണ് ഐസറിലൂടെ പോകുന്നത്. പിന്നെ ഐസറിലെ നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് അത്ര റിഗ്രസ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ നന്നായിട്ട് മോൾഡ് ചെയ്യാൻ ഐസർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഐസർ അല്ലാതെ വേറെ ഏതെങ്കിലും കോളേജിലാണ് BSc MSc ഇങ്ങനെ നാട്ടിലുള്ള ഏതെങ്കിലും കോളേജിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്ര സ്ട്രോങ് ആയിരിക്കില്ല നമ്മുടെ സ്കിൽസ്. അതുകൊണ്ട് എന്തായാലും ഐസർ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ. ഒരു ഐസർ ഗ്രാജുവേറ്റിന് നോൺ അക്കാഡമിക് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ജോലിയിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ് കൃഷ്ണപ്രസാദ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ഐസറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് അക്കാഡമിക്സിന് മാത്രമല്ല ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ഐസറിൽ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അക്കാഡമിക്സിലേക്ക് പോകാതെ വേറെ പല ജോബ്സിലേക്കും പോയ ആൾക്കാരെ നമുക്കറിയാം. ഇപ്പോൾ IAS ആയാലും IIMൽ ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാരായാലും ISIയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാരായാലും എല്ലാവരും ഐസറിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഐസറിൽ നിന്ന് നമുക്ക് അക്വയർ ചെയ്യുന്ന സ്കിൽസ് വേറെ മേഖലയിൽ എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് കൃഷ്ണപ്രസാദിന്റെ അടുത്ത് ഫൈനലായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ PhDനെ കുറിച്ച് പറഞ്ഞു, PhD എല്ലാവർക്കും ഒരു റൈറ്റ് ഫിറ്റ് അല്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആസ്പെക്ട് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് ഐസറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐസർ ആസ്പിരൻസും ആൻഡ് അവരുടെ പാരൻസും ആണ്. അപ്പം അവരോട് ഷെയർ ചെയ്യാനുള്ള ഫൈനൽ അല്ലെങ്കിൽ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്നുള്ള നിലയിൽ ആരാണ് ഐസറിൽ ജോയിൻ ചെയ്യേണ്ട റൈറ്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് കൃഷ്ണപ്രസാദിന് ഷെയർ ചെയ്യാനുള്ളത്? ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ +1 +2 സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ
പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് കാണും. കുറച്ച് ആൾക്കാർക്ക് സയൻസ് ഇഷ്ടമായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് സയൻസ് അത്ര താല്പര്യം ഇല്ലായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഐസർ ഒരു ബെസ്റ്റ് ഫിറ്റ് ആണ്. അവർക്ക് എന്തായാലും ഐസർ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനും ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ലഭിക്കും. പക്ഷേ അത് കൂടാതെ തന്നെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സയൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ റിസർച്ച് ഇഷ്ടപ്പെടണം എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഐസറിൽ വന്നാലേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ത് ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് സയൻസ് ഇഷ്ടമാണ്, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു സ്ഥിതിയിലാണെങ്കിൽ ഐസർ ഒരു നല്ല ഓപ്ഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഐസർ ഈസ് ദ ബെസ്റ്റ് ഫോർ യു. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പം ഐസറിൽ ഉള്ള എക്സ്പീരിയൻസും ഐസറിന് ശേഷം PhDക്ക് പോയ ഒരാൾ എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ നമ്മളുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്തു. ഇത്രയധികം സമയമെടുത്ത് നമ്മളുടെ ഓഫീസിലൊക്കെ വന്ന് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇത് കൂടാതെ എനിക്ക് ക്രിസ്പർ ലേണിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ക്രിസ്പർ ലേണിംഗ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഐസറിനെ കുറിച്ചുള്ള റൈറ്റ് അവയർനെസ് സ്റ്റുഡൻസിൽ ക്രിയേറ്റ് ചെയ്യാനും സയൻസിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഐസറിലേക്ക് എത്തിക്കാനും ഒരു പരിധിവരെ ഈ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ യു ആർ ഡൂയിങ് എ റിയലി വണ്ടർഫുൾ ജോബ്. സോ ഐ ട്രൂലി അപ്രീഷിയേറ്റ് യുവർ വർക്ക് ഹിയർ. താങ്ക് യു സോ മച്ച്.